ഇന്ത്യയിലെ ഞങ്ങളുടെ വീടിന്റെയും പരിസരത്തിന്റെയും ഉടമസ്ഥാവകാശം മുത്തച്ഛൻ്റെതായിരുന്നുവെങ്കിലും ആ മനോഹരമായ ആൽമരം എന്റേതായിരുന്നു. പ്രധാനമായും 65-ാം വയസ്സിൽ മുത്തച്ഛന് അതിൽ കയറാൻ കഴിയാത്തതിനാലാണ് അങ്ങനെ വന്നത്. മുത്തശ്ശി അദ്ദേഹത്തെ ഇതിനെക്കുറിച്ച് കളിയാക്കാറുണ്ടായിരുന്നു. 117 വയസ്സ് വരെ ജീവിച്ചിരുന്ന ആപ്പിൾ മരത്തിൽ കയറുമ്പോൾ വീണില്ലായിരുന്നെങ്കിൽ കൂടുതൽ കാലം ജീവിക്കുമായിരുന്ന ഒരു ഇംഗ്ലീഷ് സ്ത്രീയായ ഡെയ്മൻ കൗണ്ടസിനെ കുറിച്ച് പറയുമായിരുന്നു. നിലത്തേക്ക് വളഞ്ഞ് വീണ്ടും വേരൂന്നിയ കമാനങ്ങളുടെ ഒരു ശൃംഖല രൂപപ്പെടുത്തിയ ആൽമരത്തിന്റെ പടർന്നു കയറുന്ന ശാഖകൾ എനിക്ക് അനന്തമായ ആനന്ദം നൽകി. ആ മരം വീടിനേക്കാൾ പഴക്കമുള്ളതായിരുന്നു. മുത്തച്ഛനേക്കാൾ പ്രായമുണ്ടായിരുന്നു. ഹിമാലയത്തിന്റെ അടിവാരത്തിലെ ഒരു താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഡെഹ്റ പട്ടണത്തോളം പഴക്കമുള്ളതായിരുന്നു. എന്റെ ആദ്യ സുഹൃത്തും പരിചയക്കാരനും ഒരു ചെറിയ ചാരനിറത്തിലുള്ള അണ്ണാനായിരുന്നു. പുറം വളച്ച് വായുവിലേക്ക് മണം പിടിച്ചപ്പോൾ അവന്റെ സ്വകാര്യതയിലേക്കുള്ള എന്റെ കടന്നുകയറ്റത്തിൽ അവന് ആദ്യം നീരസം തോന്നി. പക്ഷേ ഞാനൊരു കറ്റപ്പൽറ്റോ എയർഗണ്ണോ ആയുധമാക്കിയിട്ടില്ലെന്ന് കണ്ടെത്തിയപ്പോൾ അവൻ കൂടുതൽ സൗഹൃദപരമായി. ഞാൻ പോകാൻ തുടങ്ങിയപ്പോൾ കേക്കും ബിസ്ക്കറ്റും കഷ്ണങ്ങളായി കൊടുത്തപ്പോൾ അവൻ കൂടുതൽ ധൈര്യശാലിയായി. ഒടുവിൽ എൻ്റെ കൈകളിൽ നിന്ന് ഭക്ഷണം വാങ്ങാൻ മാത്രം പരിചിതനായി. അധികം താമസിയാതെ അവൻ എൻ്റെ പോക്കറ്റുകളിൽ തുറന്ന് കണ്ടെത്താൻ കഴിയുന്നതെല്ലാം സ്വയം കണ്ടെത്താൻ തുടങ്ങി. അവൻ വളരെ ചെറിയ ഒരു അണ്ണാനായിരുന്നു. ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ വേണ്ടി അവന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും അവനെ ധാർഷ്ട്യമുള്ളവനും മണ്ടനുമാണെന്ന് കരുതിയിരിക്കാം. വസന്തകാലത്ത് ആൽമരം നിറയെ ചെറിയ ചുവന്ന അത്തിപ്പഴങ്ങൾ നിറഞ്ഞപ്പോൾ എല്ലാത്തരം പക്ഷികളും അതിന്റെ ശാഖകളിലേക്ക് കൂട്ടം കൂടുമായിരുന്നു. ചുവന്ന അടിഭാഗമുള്ള ബുൾബുൾ, സന്തോഷവതിയും അത്യാഗ്രഹിയുമായവ, ഗോസിപ്പ് പറയുന്ന റോസി പാസ്റ്ററുകൾ, തത്തകളും കാക്കകളും എപ്പോഴും പരസ്പരം കലഹിച്ചുകൊണ്ടിരുന്നു. അത്തിപ്പഴക്കാലത്ത് റോഡിലെ ഏറ്റവും ബഹളമായ സ്ഥലം ആൽമരമായിരുന്നു. ത്തിന്റെ പകുതി മുകളിലേക്ക് കയറിയപ്പോൾ ഞാനൊരു ചെറിയ പ്ലാറ്റ്ഫോം നിർമ്മിച്ചിരുന്നു. അതിൽ ഞാൻ പലപ്പോഴും ചൂടില്ലാത്തപ്പോൾ ഉച്ച കഴിഞ്ഞ് ചെലവഴിക്കുമായിരുന്നു. ഡ്രോയിങ് റൂമിൽ നിന്നെടുത്ത തലയണകൾ ഉപയോഗിച്ച് മരത്തിന്റെ ബോളിൽ ചാടി നിന്ന് എനിക്ക് അവിടെ വായിക്കാൻ കഴിഞ്ഞു. ട്രഷർ ഐലൻഡ്, ഹക്കിൾബറി ഫിൽ, മൗഗ്ലി കഥകൾ, എഡ്ഗർ റൈസ് ബറോസിന്റെയും ലൂയിസ മേ അൽക്കോട്ടിന്റെയും നോവലുകൾ എന്നിവ എന്റെ ബാഗിൽ വളരെ സമ്മിശ്ര വായനയുടെ ഒരു ശേഖരമായിരുന്നു. വായിക്കാൻ തോന്നാത്തപ്പോൾ ആൽമരത്തിന്റെ ഇലകൾക്കിടയിലൂടെ താഴെയുള്ള ലോകത്തെ എനിക്ക് നോക്കാൻ കഴിയുമായിരുന്നു. മുത്തശ്ശി തുണികൾ അഴയിലിടുന്നതോ അല്ലെങ്കിൽ അവിടെ നിന്ന് എടുക്കുന്നതോ, പാചകക്കാരൻ ഒരു പഴക്കച്ചവടക്കാരനുമായി വഴക്കിടുന്നത്, അല്ലെങ്കിൽ മുത്തച്ഛൻ തന്റെ ഇംഗ്ലീഷ് പൂന്തോട്ടത്തിൽ മുഴുവൻ മുളച്ചു വരുന്ന കടുപ്പമുള്ള ഇന്ത്യൻ ജമന്തിപ്പൂക്കളെ കുറിച്ച് പിരിമുറുക്കുന്നത് ഒക്കെ കാണാമായിരുന്നു. സാധാരണയായി ഞാൻ ആൽമരത്തിലായിരിക്കുമ്പോൾ വളരെ ആവേശകരമായ ഒന്നും സംഭവിക്കില്ല. പക്ഷേ ഒരു പ്രത്യേക ഉച്ചതിരിഞ്ഞ് ആ സമയം എനിക്ക് വേനൽക്കാലം മുഴുവൻ എന്നെ താങ്ങാൻ ആവശ്യമായ ആവേശമുണ്ടായിരുന്നു. അപ്പോഴാണ് പൂന്തോട്ടത്തിൽ ഒരു കീരിയും മൂർഖനും മരണത്തോട് മല്ലിടുന്നത് ഞാൻ കണ്ടത്. ആൽമരത്തിന്റെ നേരെ മുകളിലായിരുന്നു ഞാൻ ഇരുന്നത്. ഏപ്രിൽ മാസത്തിലെ ഒരു ഉച്ചതിരിഞ്ഞ സമയമായിരുന്നു അത്. വേനൽക്കാലത്തിന്റെ വരവോടെ വീശിയ കാറ്റ് മുത്തച്ഛൻ ഉൾപ്പെടെ എല്ലാവരെയും വീടിനുള്ളിൽ തന്നെ ഒതുക്കി. ഉറക്കം തൂങ്ങുന്നത് പോലെ തോന്നി. വീടിനു പിന്നിലെ കുളത്തിൽ നീന്താൻ പോകണോ എന്ന് ആലോചിച്ചു നിൽക്കുമ്പോഴാണ് ഒരു വലിയ കറുത്ത മൂർഖൻ കള്ളിച്ചെടിയുടെ കൂട്ടത്തിൽ നിന്ന് തെന്നി മാറി പൂന്തോട്ടത്തിന്റെ തണുത്ത ഭാഗത്തേക്ക് പോകുന്നത് ഞാൻ കണ്ടത്. അതേസമയം കുറ്റിക്കാട്ടിൽ നിന്ന് ഒരു കീരി പുറത്തുവന്ന് നേരെ മൂർഖനെ തേടിപ്പോയി. മരത്തിനു താഴെയുള്ള ഒരു വിടവിൽ തിളക്കമുള്ള സൂര്യപ്രകാശത്തിൽ അവർ മുഖാമുഖം വന്നു.